വൈക്കം വിജയലക്ഷ്മി ചൂടുറപ്പിക്കുന്നു. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു ചോദ്യം. ഒരുപക്ഷെ വിജയലക്ഷ്മിയെ ശ്രദ്ധേയമാക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറമേക്കുള്ള കാഴ്ചയില്ലായ്മയാണ്, പക്ഷെ അകത്ത് നല്ല കാഴ്ചയാണ്. പക്ഷേ കാഴ്ചയില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ ഒരു പ്രശസ്തിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമാകേണ്ട കാര്യമില്ല. പക്ഷേ ഒരു സാധാരണ കുട്ടിയായിരിക്കുമ്പോൾ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുകയും അവരുടെ കൂടെ പെരുമാറുകയും ചെയ്യുമ്പോൾ ഏതൊരു കുട്ടിക്കും മനസ്സിൽ വേണേൽ വിഷമം ഉണ്ടായേക്കാം. ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് വിജയലക്ഷ്മി ഇത് ബാധിച്ചത്? ആദ്യകാലത്ത് ഭയങ്കര വിഷമമായിരുന്നു. വെച്ചാൽ എനിക്ക് മറ്റുള്ളവരെ പോലെ ഓടിക്കളിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛനും അമ്മയും സമാധാനിപ്പിച്ചു. അതൊക്കെ ദൈവം എൻ്റെ സമയത്ത് കാണിച്ചു തരും, അപ്പോൾ നമുക്ക് ഓടിക്കളിക്കാം. അപ്പോൾ ഇപ്പോൾ ഇതൊരു കഴിവ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ തൃപ്തിപ്പെട്ട് അതിൽ സന്തോഷമായിട്ടിരിക്കാൻ എല്ലാവരും, അച്ഛനും അമ്മയും മാത്രം എല്ലാവരും പറയും, സമാധാനിപ്പിക്കും. മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് വിജയലക്ഷ്മി എന്ന് വിജയലക്ഷ്മിക്ക് ബോധ്യമായതെപ്പോഴാണ്? അതെനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നും. അല്ല, ആദ്യകാലത്ത് തുടക്കത്തിൽ ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ വിജയലക്ഷ്മി മനസ്സിലായി മറ്റു കുട്ടികളെ പോലെ അല്ല ഞാനെന്ന്. അതെ അല്ലേ? ഞാൻ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ വീണ്ടും വരട്ടെ, വേണേലേ വരട്ടെ. അച്ഛന് വിജയോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സംഗീതത്തിന് ഒരു ലെവലിൽ വളർന്നു, ധാരാളം അവാർഡുകളായി, ധാരാളം ആരാധകരുണ്ട്, ഒരു നിലയും വിലയും എല്ലാം ആയി. എന്നാലും കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളൊരു വിഷമം നിനക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും എന്ത് സാധനം മേടിച്ചാലും എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഞാനൊരു അമ്മേനെയൊക്കെ കാണിക്കുമോ, വിമല ചേച്ചി ഞാനൊരു സാരി മേടിച്ചു, ഞാനൊരു ഉടുപ്പ് മേടിച്ചു, അല്ലെ വളം മേടിച്ചു, കമ്മൽ മേടിച്ചു, ഇങ്ങനെയുള്ള സാധനങ്ങളെ അമ്മയും ബാക്കി എല്ലാവരും അച്ഛനെയൊക്കെ കാണിക്കും. എന്നെ മാത്രം കാണിക്കാതിരുന്നാൽ എനിക്ക് തോന്നും കേട്ടോ, എന്നെ ഒറ്റപ്പെടുത്തി, എനിക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും അമ്മായിയൊക്കെ എന്ത് മേടിച്ചാലും എന്നെയും കൂടെ കാണിക്കും. അപ്പോൾ എനിക്കത് മാറും. അപ്പോൾ മാത്രമേ തോന്നിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവരെന്ത് മേടിച്ചാലും വിജയലക്ഷ്മിയെ കാണിക്കും. അതെ, എന്ത് മേടിച്ചാലും അച്ഛനും അമ്മയും അമ്മായി ആയാലും അറിയാവുന്നവരെല്ലാവരും. വിജയ്ക്ക് ആ ഒരു വിഷമം അങ്ങ് മാറി ഇപ്പോൾ. പക്ഷെ ഇവരൊക്കെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് താനും. അതെ, അപ്പോൾ തൊട്ട് കാണിച്ചു തരും, ഇന്നതാണ് ഇന്ന. ഇപ്പോൾ വിജയലക്ഷ്മിയുടെ കയ്യിൽ നല്ല മോതിരമുണ്ട്, നല്ല എന്താ പറയുക, നല്ല ഡിസൈനിലുള്ള വളകളുണ്ട്, മാലയുണ്ട്, നല്ല ലോക്കറ്റുണ്ട്, പളുങ്കുമാലയുണ്ട്. അങ്ങനെ ഒരു സുന്ദരി കുട്ടിയായിട്ടാണ് വിജയലക്ഷ്മി ഇരിക്കുന്നത്. പക്ഷെ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ടോ? അത് ഉണ്ട്, എന്നാലും അത് സാരമില്ല. സാരമില്ല. അതൊക്കെ ഇപ്പോഴത്തെ വിജയത്തിന്റെ മുമ്പിൽ എന്താണ്? ഒന്നുമല്ല, ഒരു വിഷയമല്ല. ഒരാളും കൂടി വരട്ടെ. ഇത്രയും കാലത്തെ ഈ സംഗീത യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും വിജയലക്ഷ്മിക്ക് ഈ കാഴ്ചശക്തി ഒരു പോരായ്മയായി തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? യവനിക സാറല്ലേ? അത് ശരി, ഇപ്പോഴാണ് പിടികിട്ടിയല്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. അതെ, വിജയലക്ഷ്മി എപ്പോഴും ആൾക്കാരെ ചിരിച്ചേ കണ്ടിട്ടുള്ളൂ, പക്ഷേ പലപ്പോഴും വിജയലക്ഷ്മി കരഞ്ഞിട്ടുമുണ്ടാകും. യവനിക സാറ് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നിന്നൊക്കെ ഇടയിലും എപ്പോഴെങ്കിലും ഒരു ഏകാന്തതയിൽ അല്ലെങ്കിൽ ഒന്ന് തനിച്ചാകുമ്പോൾ എനിക്ക് കണ്ണ് ഉണ്ടായിരുന്നെങ്കിൽ, കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ട്? പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചപ്പോൾ മുതലേ ഇതാണല്ലോ, ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കുറേ നാളെല്ലാം കണ്ടിട്ട് ഇടയ്ക്ക് വെച്ച് കാഴ്ചശക്തി പോവുകയാണെങ്കിൽ ഒന്നുകൂടി വിഷമമായിരിക്കും. ഇതിപ്പോൾ ഞാനൊന്നും കാണാത്തത് കാരണം എനിക്ക് അത്രയും വിഷമം ഇല്ല, ഉണ്ട് എന്നാലും അത്രയും ഇല്ല. പക്ഷേ ചിലപ്പം ഇപ്പോൾ അച്ഛനും അമ്മയും എങ്ങനെയാണെന്ന് അറിയാം, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടെങ്കിലും പോകുമൊന്നുമില്ല. ഇപ്പം ഓരോ വീടുകളിലൊക്കെ പോകുമ്പോഴേ വീടും പറമ്പ് സ്ഥലമൊക്കെ ചുറ്റി കാണാമെന്നും പറഞ്ഞ് എന്നാലും കഴിയുന്നതും എന്നെ കൊണ്ടുപോകും. അപ്പോൾ അഥവാ ഇവിടെ അടുത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് തോന്നും, എനിക്ക് ഇവിടെ വീടും പറമ്പ് ഇതുപോലെ ഒന്നും ചുറ്റിക്കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുന്ന പറയാം, അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മ എന്നെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിഷമം തീർക്കുന്നത്. അച്ഛനും അമ്മയിലൂടെയാണ് ഈ കാഴ്ചയില്ല എന്നുള്ള വിഷമം നികന്നു പോകുന്നത്. അച്ഛനും അമ്മയും എന്നും കൂടെയുണ്ട്, അതുകൊണ്ട് എപ്പോഴും ഏത് യാത്രയിലും ഉണ്ട്. എൻ്റെ കണ്ണായിട്ട് തന്നെ കൂടെയുണ്ട്. ഇടത് കണ്ണായിട്ട് അച്ഛനും വലത് കണ്ണായിട്ട് അമ്മയും ഉണ്ട്. സംഗീതം ഒരു മൂന്നാം കണ്ണായിട്ട് വിജയലക്ഷ്മിക്കുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത കാഴ്ചശക്തി വിജയലക്ഷ്മി കിട്ടിയിരിക്കുകയാണ്. രണ്ടുപേരുടെ കണ്ണുകൾ, 4 കണ്ണുകളും സംഗീതത്തിൻ്റെ കണ്ണുകളുമുണ്ട്.